നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ സീരീസിൻ്റെ അവസാനത്തെ വീഡിയോ ആണിത്. നമ്മളിപ്പോൾ പോകുന്നത് മോൾ ഓഫ് ഏഷ്യയിലേക്കാണ്. ഇതിൻ്റെ ഇനാഗുറേഷൻ സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ മോള് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം റീലിലൊക്കെ ഒരുപാട് നമ്മൾ ഈ മോള് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഡോർ ആണെങ്കിലും ലൈറ്റിംഗ് ആണെങ്കിലും അകത്തുള്ള കുറേ പ്ലാൻസ് ഒക്കെ ആണെങ്കിലും എല്ലാം തന്നെ ഭയങ്കര ലക്ഷറി ഫീൽ ചെയ്യുന്ന ഒരു മോളാണ്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ ജാസ്മിൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നമ്മൾ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഭയങ്കര വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ആണ്. ഒരുപാട് കാറുകൾ ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു പാർക്കിംഗ് ഏരിയ ആണ്. ഇതിൻ്റെ പാർക്കിംഗ് ഫീസ് എന്ന് പറയുന്നത് 150 റുപ്പീസ് ആണ്. അത് ഫ്ലാറ്റ് 150 ആണ്. അതായത് നമുക്ക് ഒരു ഫുൾ ഡേ ഇട്ടാലും 150 റുപ്പീസേ വാങ്ങിക്കുള്ളൂ. പക്ഷേ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നേരത്തേക്ക് വരുമ്പോൾ ഈ 150 റുപ്പീസ് കുറച്ച് കൂടുതലാണെന്ന് തോന്നും. ഇവിടേക്ക് വരാൻ തന്നെ മണിക്കൂറുകൾ എടുക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാൻ പുറത്തൊന്നും സ്ഥലങ്ങളില്ല. അപ്പോൾ പാർക്കിംഗ് ഏരിയയിൽ നമുക്ക് ഈ 150 റുപ്പീസിന് ഒരു ഫുൾ ഡേ കിട്ടുന്നത് ഭയങ്കര കാര്യമാണ്. പിന്നെ നമ്മൾ മോളുടെ അകത്തേക്ക് കയറാൻ പോവുകയാണ്. ഈ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കയറുമ്പോൾ തന്നെ ഈ മോളിൻ്റെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട്. ഏതൊക്കെ ഫ്ലോറിൽ ഏതൊക്കെ ഷോപ്സ് ആണ് എന്നുള്ളതെല്ലാം നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ചുമ്മാ ഒന്ന് ചുറ്റി നടന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് ഈ മാപ്പ് ഭയങ്കര ഉപകാരപ്പെട്ടില്ലെങ്കിലും ഇത്രയും വലിയ മോളായതുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഷോപ്പിലേക്ക് വരുന്നവർക്ക് ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഈ മുകളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഭംഗി കണ്ട് ശരിക്കും നമ്മൾ വണ്ടടിച്ച് പോകും. അത്രയ്ക്ക് ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ ഇൻഡോർ സെറ്റ് ചെയ്തിരിക്കുന്നതാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ അകത്തുള്ള ഡെക്കറേഷൻസ്, പ്ലാന്റ്സ് ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഇവർ യൂസ് ചെയ്തിരിക്കുന്ന കളർ കോമ്പിനേഷൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ പ്ലാന്റ്സ് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ ഇത് ഒറിജിനൽ പ്ലാന്റ്സ് ആണെന്ന് വിചാരിച്ചു. പക്ഷേ ഒറിജിനൽ പ്ലാന്റ്സ് അല്ല, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്താണ് ഇവരുടെ വിജയം. ശരിക്കും നമ്മൾ കാണുമ്പോൾ ഇത് ഒറിജിനൽ ആണെന്ന് തോന്നും. അടുത്ത് വന്ന് നോക്കിയാൽ മാത്രമേ ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നുള്ളൂ. പിന്നെ ഇവിടെ ഒരു വാട്ടർഫോൾ പോലെ ചെയ്തിരിക്കുന്നത് ഞാൻ വീഡിയോയിൽ കണ്ടപ്പോൾ വിചാരിച്ചു ഇത് മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്നതാണ്. ആക്ച്വലി ഇത് വെള്ളം വീഴണേ അല്ല. അതേപോലത്തെ ഒരു നൂൽക്കമ്പി പോലത്തെ സംഭവം ഈ ഒരു കളറിലത് കൊടുത്തിരിക്കുകയാണ്. നൂൽക്കമ്പി ആണോ എന്നറിയില്ല, നമുക്ക് വെള്ളം വീഴുന്ന പോലെ തന്നെ തോന്നും. ശരിക്കും ഈ ഒരു ഭാഗത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ നമുക്ക് ചുറ്റിലും കാണാൻ പറ്റും. നമ്മളൊരു മിഡിൽ പോർഷനിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ വന്നിരിക്കാം. കടകളിലൊന്നും പോയില്ലെങ്കിലും വെറുതെ നമുക്ക് ഇവിടെ വന്നിരിക്കാവുന്നതാണ്. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ചുമ്മാ റിലാക്സ് ചെയ്ത് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ നേരത്തെ കയറിയ മെയിൻ എൻട്രൻസിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഭാഗം എന്ന് പറയാവുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. നമ്മൾ ആദ്യം കയറി വന്നപ്പോൾ പ്ലാന്റ്സും ഒരു ചെറിയ വാട്ടർഫോളൊക്കെയാണ് കണ്ടതുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കാണുന്നത് നേരെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭയങ്കര ലക്ഷറി ആയിട്ട് ഫീൽ ചെയ്യുന്നൊരു സംഭവമാണ്. ഈ വോളിലൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഗോൾഡനും സിൽവറും ഒക്കെ ചേർന്നിട്ട് എന്തൊക്കെയോ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ വലിയ ഡിസ്പ്ലേ. നിങ്ങൾക്ക് ഈ ഫോണിലൂടെ അല്ലെങ്കിൽ ടി വി കൂടെയൊക്കെ കാണുമ്പോൾ ഇത് എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാവുമെന്ന് അറിയില്ല. ഈ മോളിൻ്റെ നല്ല ഹൈറ്റിൽ തന്നെ ഭയങ്കര വലുതായിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള ആഡൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ലൈറ്റിങ്, ഹാങ്ങിങ് ലൈറ്റുകളാണെങ്കിലും ഓരോ സ്ഥലത്ത് കൊടുത്തിരിക്കുന്ന ലൈറ്റുകളാണെങ്കിലും ഭയങ്കര അടിപൊളിയാണ്. നമ്മളിങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു ശരിക്കും. നമ്മുടെ നാട്ടിലും കുറേ മോളുകളൊക്കെ ഉള്ളതാണ്. നമുക്ക് ലുലു മോളും ട്രിവാൻഡ്രത്തും കൊച്ചിയിലും ഒക്കെ ഉള്ളതാണ്. പിന്നെ വേറെ മോളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഒന്നും ഇല്ലാത്തൊരു ലക്ഷറി സംഭവം ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്.
ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ മോളിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. നമ്മൾ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തേക്കുന്ന സ്ഥലമില്ലേ, അത് കണ്ടതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ആ പ്ലാന്റ്സിൻ്റെ സെക്ഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഓരോ ഫ്ലോർ നമ്മൾ മുകളിലേക്ക് കയറുമ്പോഴും ഇതിൻ്റെ ഭംഗി കൂടി വരിക ചെയ്യണത്. നമ്മൾ താഴെ നിന്ന് കാണുന്ന ഒരു ഭംഗിയല്ല, മുകളിൽ നിൽക്കുമ്പോൾ ശരിക്കും നമ്മൾ ഡ്രോൺ വിഷനിലൊക്കെ കാണുന്ന പോലെ ഒരു ഏരിയൽ വ്യൂ ആണ് കാണുന്നത്. പിന്നെ ഇവർ ഈ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ മോളിൻ്റെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്ലോറുകളുടെ ഏത് ഭാഗത്ത് നിന്നാലും നമുക്ക് ഈ വിഷ്വൽ കാണാൻ പറ്റും. പിന്നെ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എസ്കലേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നതെല്ലാം ഈ ഒരു പ്ലാന്റ്സിൻ്റെ ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഏത് ഫ്ലോറിലേക്ക് നമ്മൾ എസ്കലേറ്ററിൽ പോയാലും ഈ ലൈറ്റുകളും ഈ ചെടികളും ഒക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാം. ചുമ്മാതല്ല ഇൻസ്റ്റഗ്രാമിൽ ഇത് ഇത്രയും ട്രെൻഡിങ് ആയത്, അത്രയ്ക്ക് അടിപൊളിയാണ് കാണാനായിട്ട്. ഇത്രയും നേരം ഈ മോളുടെ ഭംഗിയും ലൈറ്റിങ്ങും ഒക്കെ കണ്ട് നടന്നതുകൊണ്ട് ഷോപ്പുകളിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഷോപ്പുകളിലേക്കൊക്കെ നോക്കുന്നത്. മിക്ക ഷോപ്പുകളിലും 50% ഓഫർ സെയിൽ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പോലെ ലുലുവിലൊക്കെ പോലെ തന്നെ മിക്ക പ്രോഡക്റ്റിനും 50% സെയിൽ ഇട്ടിട്ടുണ്ട്. കൂടുതലും കോസ്മെറ്റിക് പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് 50% സെയിലിന് വാങ്ങിക്കാൻ പറ്റും. പിന്നെ പറയാനുള്ളത്, ഈ മോൾ ഇനാഗുറേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് നാളായെങ്കിലും 50%ഓളം ഈ ഷോപ്പുകൾ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. ബാക്കി ഷോപ്പുകളൊക്കെ ഇപ്പോഴും ഇൻറ്റീരിയർ വർക്ക് നടക്കുകയാണ്. പക്ഷേ എല്ലാ സ്ഥലവും ഒക്യുപ്പൈഡ് ആണ്, ഓൾറെഡി ഇവിടെ പണി നടക്കുന്നുണ്ട്. പിന്നെ ഷോപ്പുകളെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ മാളുകളിലുള്ള എല്ലാ ബ്രാൻഡഡ് ഷോപ്പുകളും ഇവിടെ ഉണ്ടെന്ന് പറയാം. ഇപ്പം നമ്മൾ ലൈഫ് സ്റ്റൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന എല്ലാ മാളുകളിലും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട്. അവിടെയും തന്നെ 50% ഓഫറും സെയിലൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെ ഒത്തിരി ബ്രാൻഡുകളുണ്ട്. മാമ എർത്ത്, നൈക്ക, അങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങൾ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു മോൾ തന്നെയാണ്. ഒത്തിരി കളക്ഷൻസ് നമുക്ക് 50% ഓഫറിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും, ഓഫർ സെയിൽ ഉള്ളപ്പോൾ. നമ്മുടെ നാട്ടിലുള്ള മോളിനെക്കാട്ടിയും ഡിഫറൻസ് ഉള്ളത് എന്ന് പറഞ്ഞാൽ കുറച്ചധികം ലക്ഷറി പ്രോഡക്റ്റുകൾ, അതായത് ലക്ഷറി ബ്രാൻഡുകളുടെ ഷോപ്പുകളുണ്ട്. അല്ലാതെ മിക്കതും നമ്മുടെ നാട്ടിലുള്ള ഷോപ്പുകളൊക്കെ തന്നെയാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈപ്പർ മാർക്കറ്റ് പോലത്തെ സംഭവം ഇവിടെയില്ല. ഇപ്പം നമ്മൾ ലുലു മോളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രാൻഡഡ് ഷോപ്പിൽ കയറിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈപ്പർ മാർക്കറ്റിലും ലുലുവിൻ്റെ ഫാഷൻ സ്റ്റോറിലൊക്കെ കയറാം. അപ്പോൾ ഫാഷൻ സ്റ്റോറിലാണെങ്കിലും നമുക്ക് അഫോർഡബിളായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ്. പിന്നെ 50% ഓഫറൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് ഒരുപാട് ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റിൽ നമുക്കിപ്പോൾ ഡെയിലി ഉള്ള ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസിനും കിട്ടും, അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള അതേ റേറ്റിനും തന്നെ വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഇങ്ങനെ ഹൈപ്പർ മാർക്കറ്റ് സംഭവങ്ങളൊന്നുമില്ല. എല്ലാം ഇതുപോലത്തുള്ള ബ്രാൻഡഡ് ഷോപ്പുകളാണ്. ഇപ്പം നമ്മൾ ഹോം സെൻറ്ററിലാണ് നിൽക്കുന്നത്. ഏതൊരു മോളിൽ ഹോം സെൻറ്റർ ഉണ്ടെങ്കിലും എൻ്റെ പ്രധാന ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഹോം സെൻറ്റർ തന്നെയായിരിക്കും. വേറെ ഏതൊരു ഷോപ്പിനേക്കാളും കൂടുതലായിട്ട് ഞാൻ സമയം ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഹോം സെൻറ്ററിലാണ്. പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കാനില്ലെങ്കിലും ഒരു 2 മണിക്കൂർ അവിടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടന്നാൽ കിട്ടുന്ന ഒരു ആശ്വാസം, ആ ഒരു തെറാപ്പി, അത് വേറൊരു ലെവലാണ്. ഇവിടെ വന്നപ്പോൾ ശരിക്കും ഞാൻ വണ്ടടിച്ചു പോയി. നമ്മുടെ എറണാകുളത്തുള്ളതിനേക്കാളും ഭയങ്കര വലിയൊരു ഏരിയയിലാണ്. കുറേ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ചിലപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാനൊന്നും പറ്റില്ല, എന്നാലും ഒരു 500 രൂപയുടെ സാധനമാണെങ്കിലും 200 രൂപയുടെ സാധനമാണെന്നുണ്ടെങ്കിലും അത് ഇവിടെ
ഇവിടുന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അതൊന്നും വാങ്ങിയില്ലെന്നുണ്ടെങ്കിൽ പോലും വെറുതെ ഇങ്ങനെ കറങ്ങി നടന്ന് ഓരോന്നിൻ്റെയും വില നോക്കുക, ഇതൊക്കെ കണ്ടൊന്ന് ആസ്വദിക്കുക, അതാണ് എൻ്റെ മെയിൻ ഹോബി. ഇനി നമുക്ക് ഹോം സെൻറ്ററിൽ കുറച്ച് കാഴ്ചകൾ കാണാം. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും തന്നെ നമുക്ക് ഈ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഒരു പുതിയ വീടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നൊന്ന് കണ്ടാൽ നമുക്ക് ഇൻഡോർ ഡെക്കറേഷൻ്റെ കുറേ ഐഡിയകളൊക്കെ കിട്ടും. നമുക്ക് നല്ല അടിപൊളി ബെഡുകളും സോഫകളൊക്കെ ഇവിടെ നിന്ന് 50% ഓഫറൊക്കെ ഉള്ളപ്പം നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസിനൊക്കെ വാങ്ങിക്കാൻ പറ്റും. പിന്നെ കിച്ചണിലേക്കുള്ള ക്രോക്കറീസൊക്കെ നല്ല അടിപൊളി പ്ലേറ്റുകളും ഗ്ലാസ്സുകളൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള സ്റ്റഡി ടേബിൾ, അവരുടെ റൂം ഡെക്കറേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ, അതൊക്കെ തന്നെ ഇവിടെയുണ്ട്. ഒരു മിനി ഐക്യ എന്ന് വേണമെങ്കിൽ പറയാം. ഐക്യനെ ചുരുക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവം അങ്ങനെ തന്നെയാണ് നമുക്ക് കാണുമ്പോഴും തോന്നുന്നത്. ഇനി നമുക്കൊന്നും വാങ്ങിയില്ലെന്നുണ്ടെങ്കിലും ചുമ്മാ ഇതൊക്കെ കണ്ടിങ്ങനെ നടക്കാമല്ലോ. ഇപ്പം നമ്മൾ തിയേറ്റേഴ്സിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഐനോക്സ് തിയേറ്ററാണ്. ഒരുപാട് സ്ക്രീനുകളുണ്ട്. അത്യാവശ്യം നല്ല ലക്ഷറി തിയേറ്ററാണ്. പിന്നെ നമുക്ക് സെൽഫ് ടിക്കറ്റിംഗ് സർവീസ് ഉണ്ട്. നമുക്ക് പോയി ക്യൂ ഒന്നും നിൽക്കണ്ട. ഇവിടെ മെഷീൻ വെച്ചിട്ടുണ്ട്. നമുക്ക് പോയിട്ട് ഏത് സിനിമയാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്കിവിടെ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇന്ത്യൻ, മെയിനായിട്ട് നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട്. പിന്നെ ഉള്ളത് ജപ്പാൻ, കൊറിയൻ, ചൈനീസ്, അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഫുഡ് സെർവ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകളുണ്ട്. പിന്നെ ഉള്ളത് ഇവർക്ക് വലിയൊരു ഫുഡ് കോർട്ടുണ്ട്. അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഫുഡ് കോർട്ടാണ്. അവിടെ നമ്മുടെ സാധാരണ മാളുകളിൽ കാണുന്ന പോലെ തന്നെ മക്ഡൊണാൾഡ്സ്, KFC, ബർഗർ കിങ് അങ്ങനെയുള്ള കടകളും ഉണ്ട്. പിന്നെ ബാംഗ്ലൂരിൽ തന്നെയുള്ള മെയിനായിട്ടുള്ള കടകളുടെ കുറച്ച് ഷോപ്പുകളും ഉണ്ട്. പിന്നെയുള്ളത് ഗെയിം സോണാണ്. അത് നമ്മളെല്ലാ മാളുകളിലും കാണുന്ന പോലെ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട്. അവർക്ക് ചെറിയ കുട്ടികൾക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളും പിന്നെ അത്യാവശ്യം വലിയ കുട്ടികൾക്ക് കയറാൻ പറ്റുന്ന റൈഡുകളും മുതിർന്നവർക്ക് കളിക്കാൻ പറ്റുന്ന കുറേ ഗെയിംസുകളും ഒക്കെ ആയിട്ട് ഒരു ഭയങ്കര വലിയ വിശാലമായിട്ടുള്ള ഒരു ഗെയിമിംഗ് സോണുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഈ ബാംഗ്ലൂർ സീരീസും ഇവിടെ അവസാനിക്കുകയാണ്. മാൾ ഓഫ് ഏഷ്യയുടെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒരു ലൈക്ക് തരണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.